അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാനാരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനും വീരനാ ദൈവം, ഉന്നതദേവൻ നീതിയിൻ സൂര്യൻ, രാജാധിരാജന മശിഹ. അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനും വീരനാം ദൈവം, ഉന്നതദേവൻ നീതിയിൻ സൂര്യൻ, രാജാധിരാജന മശിഹ. ഹല്ലേലൂയ, മുമ്പ് 2006 എൻ്റെ അപ്പൻ ഒരു പാസ്റ്റർ ഒരു ബിഗ് ഷോപ്പർ തോളെ വെച്ച് എൻ്റെ അമ്മ 2 ഫ്ലാസ്കൊക്കെ കൈ പിടിച്ച് എൻ്റെ തലയിൽ ഒരു മുടി പോലും ഇല്ല. RCCന്ന് അന്നോട്ടേ വരാൻ പൈസ ഇല്ലാത്ത ദിവസങ്ങളിൽ ബസ്സിൽ ഇവിടെ വന്നിറങ്ങും, ഇവിടുന്ന് ശംഖുമുഖത്തിന് ബസ് കയറും. പക്ഷെ ഒരു കാര്യം പറയാം, അവൻ ആർക്കും കടക്കാരനല്ല. അതേ ബസ് സ്റ്റോപ്പിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് അവൻ ആർക്കും ബാധ്യതയല്ലെന്ന് പറയാൻ എൻ്റെ വീട്ടുകാർ എനിക്ക് വേണ്ടി ചെലവാക്കിയതിൻ്റെ ഇരട്ടി എൻ്റെ ദൈവം എൻ്റെ കൈകളിൽ തന്നു. അനേക രാജ്യങ്ങളിൽ 1 വർഷത്തിനകത്ത് എന്നെ ദൈവം വിട്ടു. ഞാനിത് പറഞ്ഞത് അഹങ്കാരം കൊണ്ടല്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. ദൈവനാമം പ്രതി നീ എന്തെങ്കിലും നിന്നെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ചയോ താഴ്ചയോ വന്നപ്പോൾ ആരെങ്കിലും യേശുവിനെ ചൊല്ലി നിന്നെ നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ,
എനിക്ക് ക്യാൻസർ വന്നപ്പോൾ ഞാൻ കേട്ട മുഴുവൻ നിന്നയും പെന്തക്കോസ് നിന്ന് യേശുവിനെ കുറിച്ചുള്ള നിന്നയായിരുന്നു. ഹലോ, എന്നെ നിന്ദിച്ചതല്ല, യേശുവിനെയാണ് നിന്ദിച്ചത്.